ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ്. അടുത്ത ബിറ്റ് കോയിൻ്റെ പ്രൈസിനെ കുറിച്ചും അതുപോലെ തന്നെ ആൾട്ടോ കോയിൻസിൻ്റെ പ്രൈസിനെ കുറിച്ചും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ട് അനലൈസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 94,000 USD റേഞ്ചിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോൾഡിൻ്റെ പ്രൈസ് വീണ്ടും ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് വീണ്ടും പുതിയ ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. അതായത് ഗോൾഡിൻ്റെ പ്രൈസ് ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഏകദേശം ഹൈ ട്രെൻഡ് നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡൗൺ എന്ന രീതിയിലാണ്. ഏകദേശം 3,500 USD പോയിട്ട് 3,285 ആണ്. ഇവിടെ നിന്ന് ഒരു സൈഡ് വേസ് ആണെങ്കിലും നമ്മുടെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വീണ്ടും പുതിയ ഹൈയിലോട്ട് വേണമെങ്കിൽ പോകാം. അതായത് 1,10,000 USD വേണമെങ്കിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് പോകാം. ഗോൾഡിൻ്റെ പ്രൈസ് ഇതേപോലെ സൈഡ് വേസ് ആണ് മാർക്കറ്റ് നിൽക്കുന്നുവെങ്കിൽ അതനുസരിച്ച് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ഹൈയിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ കുറച്ച് പ്രോജക്റ്റ് ആൾട്ട് കോയിൻസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം എതീരിയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1,500 USD, അതുപോലെ തന്നെ 2,000 USD, 1,000 USD, ഇതിലെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് ലോങ് ടൈം എന്ന രീതിയിൽ അവർ ബൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് എതീരിയം ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് മുമ്പൊരു വീഡിയോ ചെയ്തു തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എൻ്റെ ഒരു സ്ട്രാറ്റജി ഞാൻ വ്യക്തമായിട്ട് എതീരിയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1,500 USD വന്ന ടൈം പലരും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു എതീരിയം ബൈ ചെയ്യട്ടോ എന്ന്. പകുതി എതീരിയം അല്ലെങ്കിൽ ഒരു 30% എതീരിയം ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ് ലോങ് ടൈമിന് വേണ്ടിയിട്ട്. കാരണം ഉറപ്പായിട്ടും 2,000 USD, 1,500, 1,000 USD റേഞ്ചിലൊക്കെ ഉറപ്പായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അടുത്ത് നമ്മുടെ BNBയുടെ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വോളിയം വേരിയേഷൻ വരുന്ന ടൈം നിങ്ങൾ സ്കാൽപ്പ് ചെയ്യുക. വോളിയം നല്ല രീതിയിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്കാൽപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ BNB അതുപോലെ തന്നെ ബിറ്റ് കോയിൻ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കാൽപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ CET ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോങ് ടൈം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. XRP എന്ന് പറയുന്നത് ഏകദേശം 2 USD എത്തിയ ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസ്ക് ആണോ എന്ന് ഇട്ടുകഴിഞ്ഞാൽ റിസ്ക് ആണ്. പക്ഷേ ബിറ്റ് കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ ആദ്യം പുതിയ ഹൈ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് XRP പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. XRP ഒക്കെ 5 USD ആണ്, 5 USD ആണ് എൻ്റെ ലോങ് ടൈം ഹോൾഡ് സെൽ ടാർഗറ്റ് എന്ന് പറയുന്നത്. 0.40 USD ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് ലോങ് ടൈം എന്ന രീതി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഷിബയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം 1 കോടി ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾക്ക് 1,200 USD മാർക്കറ്റ് പ്രൈസാണ് പറയുന്നത്. 1,200 റേഞ്ചൊക്കെ വന്ന ടൈം ലോങ് ടൈം താല്പര്യമുണ്ട് നിങ്ങൾക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ADAയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ലോങ് ടൈം എന്ന രീതിയിൽ വേണമെങ്കിൽ 0.60 വേണമെങ്കിൽ ബൈ ചെയ്യാം. പക്ഷേ റിസ്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിറ്റ് കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും 0.25 അതുപോലെ തന്നെ 0.30 USD റേഞ്ചിലൊക്കെ കാർഡിനോ വീഴാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് സിലിക്ക എന്ന് പറയുന്ന പ്രോജക്റ്റ് നോക്കാം. സിലിക്ക എന്ന് പറയുന്ന പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാറ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ലോങ് ടൈം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ വേരിയേഷൻ പ്രൈസിൽ വന്നിട്ടില്ല. അടുത്ത് വെർജ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് പല തവണ തന്ന പ്രോജക്റ്റാണ് വെർജ്, അല്ലെങ്കിൽ XVG എന്ന് പറയുന്ന പ്രോജക്റ്റ്. 0.0052 വലിയ വേരിയേഷൻ വന്നിട്ടില്ല. വെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.023, അതുപോലെ തന്നെ 0.025 നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോൺ കോയിൻ, നമ്മുടെ ടെലിഗ്രാമിൻ്റെ ടോൺ കോയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2.5 USD അല്ലെങ്കിൽ 2 USD ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടൈമിന് ഒരു 10 അല്ലെങ്കിൽ 20 എണ്ണം വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്ത് നമ്മുടെ SUI എന്ന് പറയുന്ന പ്രോജക്റ്റ്, നമ്മുടെ സൊളാനയുമായി ബന്ധപ്പെട്ട് ആർബിട്രം. ഈ 3 പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. SUI, സൊളാന, അതുപോലെ തന്നെ ആർബിട്രം, നിങ്ങൾ ഈ ഒരു 3 പ്രോജക്റ്റിൽ ലോങ് ടൈമിന് ഫോക്കസ് കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ മുമ്പുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് പോളിഗനൊക്കെ ഞാൻ വ്യക്തമായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോളിഗനും മാറ്റിക് എന്ന് പറയുന്ന പ്രോജക്റ്റ് അതിൻ്റെ എക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഞാൻ പാൻകേക്ക് സേപ്പിൻ്റെ കേക്ക് എന്ന് പറയുന്ന പ്രോജക്റ്റ് എൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ സെം അല്ലെങ്കിൽ ദെം എന്ന് പറയുന്ന പ്രോജക്റ്റ് 0.020 USD ആണ്. നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. അടുത്ത് MXC ടോക്കൻ്റെ ഈ ഒരു പ്രോജക്റ്റ് 2.81 USD ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടൈം വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. മിക്ക പ്രോജക്റ്റും ഏകദേശം ഞാൻ ഇതിൽ
ഫേവറേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് 68 പ്രോജക്റ്റാണ്. 68 പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ആവറേജ് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെബ്ബാറൊക്കെ 0.19 ആണ്. ഇപ്പോൾ അയോട്ട ഉണ്ടോ 0.22 ആയിട്ടുണ്ട്, 0.20 അതുപോലെ തന്നെ 0.15 ആവറേജ് ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അയോട്ടയുടെ പ്രൈസ് എന്ന് പറയുന്നത് $1 വരെ വേണമെങ്കിലും പോകാം. പക്ഷേ മാർക്കറ്റ് ക്രാഷ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് 100 to 150% വരെ വേണമെങ്കിൽ ഡൗൺ എന്ന രീതിയിലോട്ട് വേണമെങ്കിലും വരാം. അതുപോലെ തന്നെ ഫാൻറ്റം 0.53 ആണ്, 0.45 അതുപോലെ തന്നെ 0.40 ഒക്കെ എത്തുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് ടൈം വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ETHW 1.93 ആണ്. ഓക്കെ, നമ്മുടെ എതീരിയം ഡൗൺ ആവുന്നതനുസരിച്ച് വേണമെങ്കിൽ ETHW ഡൗൺ ആവുന്നതായിരിക്കും. എതീരിയം $2000 പോവുകയാണെങ്കിൽ ETHW എന്ന് പറയുന്നത് ഒരു 4 to 6 വരെ വേണമെങ്കിലും പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഡിഗി ബൈറ്റിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.0099 ആണ്. ലോങ് ടൈം താല്പര്യമുള്ളവർക്കാണെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ മന എന്ന് പറയുന്ന പ്രോജക്റ്റ്, മിക്ക പ്രോജക്റ്റും ആൾട്ട് കോയിൻസും വലിയ പ്രൈസ് വേരിയേഷൻ വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലോങ് ടൈം എന്ന രീതി വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ഇത്ര മാത്രമേ പറയാനുള്ളൂ, അല്ലാതെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടില്ല. പിന്നെ നമ്മുടെ CRO എന്ന് പറയുന്ന പ്രോജക്റ്റ്, ഓക്കെ, ക്രോൺസ് എന്ന് പറയുന്ന പ്രോജക്റ്റ് 0.092 ആണ്. CETയും ലോങ് ടൈം ഹോൾഡ് ചെയ്യുക. പിന്നെ ലിങ്ക് $12 കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. $12 $11 നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യം ഉണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബിറ്റ്കോയിൻ ഗോൾഡ് അവോയ്ഡ് ചെയ്യുക, അതിൽ കൂടുതൽ പ്രതീക്ഷ വേണ്ട. കാരണം അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബിറ്റ്കോയിൻ ക്യാഷ് ബിറ്റ്കോയിൻ ഗോൾഡുമായി ബന്ധപ്പെട്ട് കമ്പയർ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബാറ്റ് 0.15 ആണ് നിൽക്കുന്നത്. ആർബിട്രം 0.34 ആണ്. ആർബിട്രം, സ്വിയ് അതുപോലെ തന്നെ സൊളാന കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അൽഗോ, ഓക്കെ, അൽഗോ എന്ന് പറഞ്ഞാൽ 0.23 ആണ്. 0.20 0.15 ഒക്കെ വരികയാണെങ്കിൽ ലോങ് ടൈം വേണമെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, 68 പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 68 പ്രോജക്റ്റ് നല്ല പ്രോജക്റ്റ് ആണ്, ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 68 പ്രോജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ലോങ് ടൈം എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ആവറേജ് ബൈ മാത്രം ചെയ്താൽ മതി, അല്ലാതെ കൂടുതൽ വന്നിട്ട് ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആവറേജ് ബൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി അടുത്ത് നമ്മുടെ പൈ പ്രോജക്റ്റ്, പൈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് പലരും കേട്ടിട്ടുള്ളതാണ്. ഏകദേശം ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കണമെന്ന് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് പെർഫെക്ച്വൽ ചെയ്യുന്ന കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം ഇതിൻ്റെ വോളിയം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഓരോ തവണയും നമ്മുടെ പൈയുടെ വോളിയം വളരെ വളരെ കുറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് പൈ എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതൽ സ്കാൽപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, പെർഫെക്ച്വൽ ട്രേഡ് വന്നിട്ട് സ്കാൽപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ആൾ ടൈം ഹൈ എന്ന് പറയുന്ന $2, അതായത് ഏകദേശം ഒരു $3 മാത്രമേ പോയിട്ടുള്ളൂ. ഏകദേശം അത് ബ്രേക്ക് ചെയ്ത് വേണമെങ്കിൽ $10 വരെ വേണമെങ്കിൽ പോകാം. എൻ്റെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പുതിയ ഹൈയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പൈ നെറ്റ്വർക്കും ഈസി ആയിട്ട് $10 പോകാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞ് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഇത്രമാത്രം കാര്യങ്ങളാണ് പറയാനുള്ളത്. കൂടുതൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ പറയുന്നതായിരിക്കും. കാരണം വോളിയൊന്നും വലിയ രീതിയിൽ വേരിയേഷൻ ഒന്നും വന്നിട്ടില്ല. ഏകദേശം നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം $94,000 മാത്രമാണ്. ഏകദേശം $1,00,000 വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ആൾട്ട് കോയിൻസ് കുറച്ചുകൂടി ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. പക്ഷേ ഒരു $1,10,000 $1,20,000 ഒക്കെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ആൾട്ട് കോയിൻസ് നമ്മൾ ബൈ ചെയ്ത പ്രൈസിനേക്കാളും 100%, 150%, ചില പ്രോജക്റ്റ് 250% ഒക്കെ ഈസി ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. പക്ഷേ ക്രിപ്റ്റോ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ലോങ് ടൈമിന് വേണ്ടി ഹോൾഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇൻവെസ്റ്റർ ആണെങ്കിൽ. ഇനി പെർഫെക്ച്വൽ ട്രേഡ് അതുപോലെ തന്നെ സ്കാൽപ്പാണ് ചെയ്യുന്നതെങ്കിൽ വോളിയം വരുന്ന ടൈം എന്ന് പറയുന്നത് മാക്സിമം ട്രേഡ് വെച്ചിട്ട് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ലിവറേജ് കൂട്ടരുത്. ഓക്കെ, മാക്സിമം ലിവറേജ് ഞാൻ എപ്പോഴും പറയുന്നത് 4 അല്ലെങ്കിൽ 5, മിനിമം ലിവറേജ് എന്ന് പറയുന്നത് 3 ആണ്.